നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള പ്രധാന അറിയിപ്പുകൾ തന്നെയാണ്. നിലവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നതെങ്കിൽ പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഇപ്പോൾ UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മെയ് മാസം അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ എല്ലാവരുടെയും കൈകളിൽ എത്താറുള്ള 2000 രൂപയുടെ പെൻഷൻ തുക അതിൻ്റെ വിതരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഈ തുക യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ തന്നെ കൃത്യസമയത്ത് വിതരണം ചെയ്യാനാണ് അധികൃതർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പല വിധത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ മാസം പെൻഷൻ ലഭിക്കുകയില്ലെന്നും തുക വീണ്ടും കുടിശ്ശികയായി മാറുമെന്നുമൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെ കണ്ട് ഒട്ടനവധി പ്രായമായ വ്യക്തികൾ വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. സാധാരണഗതിയിൽ പെൻഷൻ തുക കൈകളിൽ എത്തുന്നത് പോലെ തന്നെ ഈ മാസവും മെയ് 25-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ തുക വിതരണം ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും അല്ലാത്തവർക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിലെത്തിയും തുക കൃത്യമായിട്ട് കൈമാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിച്ച് ആകുലപ്പെടേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകിയ 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു നിലവിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക അത് 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത്. നിലവിൽ സർക്കാർ തങ്ങളുടെ ആദ്യഘട്ട പ്രഖ്യാപനങ്ങളായിട്ടുള്ള വയോജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്ര പോലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള 3 പ്രധാന പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിലാണ് ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കുന്നത്. ഇതനുസരിച്ച് അടുത്ത 6 മാസത്തിനകം തന്നെ പെൻഷൻ തുക അത് 3000 രൂപയിലേക്ക് ഉയർത്താനുള്ള സാവകാശം ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുണ്ട്. ഈ തുക ഒന്നിച്ച് 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമോ അതോ അത് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ട് വരണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ മന്ത്രിസഭയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ആലോചിച്ചായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിൽ 6 മാസത്തിനകം തന്നെ ഇത് യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ഏകദേശം 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ മെയ് മാസം 25 മുതൽ ഈ മാസത്തിലെ ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിന് പ്രയോജനം ലഭിക്കാനായിട്ട് പോകുന്നു. ഇതിൽ തന്നെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കുള്ള ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകി വരുന്ന പെൻഷനുകൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും ഇതേ സമയത്ത് തന്നെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെയൊക്കെ തന്നെ നിത്യനിദാന ചെലവുകൾക്കും മരുന്നുകൾ വാങ്ങുന്നതിനുമൊക്കെ തന്നെ ഈ തുക അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നതുകൊണ്ട് തന്നെ യാതൊരുവിധ കാലതാമസവും വരുത്താതെ തന്നെ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ബാങ്കുകളും ഇപ്പോൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പ്രധാനമായും രേഖ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ നിങ്ങൾ പുതുതായിട്ട് മറ്റ് അപേക്ഷകളോ വിവരങ്ങളോ ഓഫീസുകളിൽ പോയി നൽകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം നിലവിൽ ഇപ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ട സമയം പോലും ആയിട്ടില്ല. എന്നാൽ നാളിതുവരെയായിട്ട് ഒരു തവണ പോലും തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് അധികൃതർക്ക് മുന്നിൽ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ഈ വരുന്ന ജൂൺ മാസം 30-നകം തന്നെ 30-ാം തീയതിക്കുള്ളിൽ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ്. മുൻപ് കൃത്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് ഇനിയും വീണ്ടും നൽകേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും പൊതുവായിട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന് കാണിച്ച് യാതൊരുവിധ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പും നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്തകൾക്ക് പുറമെ നമ്മുടെ വീടുകളിലെ മുതിർന്ന പൗരന്മാർക്ക് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുന്ന മറ്റൊരു ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം കൂടി ഇപ്പോൾ പുതിയ സർക്കാർ UDF സർക്കാർ നടത്തിയിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പ്രത്യേക വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കാനായിട്ട് മന്ത്രിസഭ പോവുകയാണ്. വാർദ്ധക്യകാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ പ്രത്യേക പരിചരണം, മാനസികമായ പിന്തുണ നൽകുന്നതിനുള്ള കൗൺസിലിംഗ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിതരണം, അതുപോലെ ജെറിയാട്രിക് കെയർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ ഒരൊറ്റ വകുപ്പിന് കീഴിൽ ലഭ്യമാകുന്നതാണ്.
വയോധികർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും അതോടൊപ്പം തന്നെ സാധന സാമഗ്രികളും ഒറ്റ കുടക്കീഴിൽ മുൻഗണന നൽകിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിച്ചു നൽകുക എന്നതാണ് ഈ പുതിയ വകുപ്പിലൂടെ സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.